നമസ്കാരം എല്ലാ കുട്ടികൾക്കും വിജുമർ സാറാണ്. നമ്മുടെ ഓണ എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ബോട്ടണിക്ക് ഓൾറെഡി നമുക്ക് ഓണ എക്സാമിന് 2 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, 2 ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് അല്ലേ. അപ്പം ഈ 2 ചാപ്റ്ററിൽ നിന്നൂടെ നമുക്കറിയാം ഏകദേശം ഒരു 30 മാർക്കാണ്. ആനുവൽ എക്സാമിനേഷൻ ആണെങ്കിലും 30 മാർക്കാണ്. മിഡ് ടേം പോലുള്ള എക്സാം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓൺ എക്സാം എടുത്തു കഴിഞ്ഞാലും അത് 30 മാർക്കായിരിക്കും. അപ്പോൾ ഈ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസാണ് കയറി വരുന്നത് അല്ലേ. അപ്പോൾ ഓണം എക്സാമിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 2 ചാപ്റ്ററിൽ നിന്നും മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ ടോപ്പിക്സ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 1 വേർഡ് പോലെ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും, അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ പോലെ എഴുതേണ്ടതാണെങ്കിലും, അതുപോലെ ഒരു ഷോർട്ട് എസ്സേ പോലെ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാനുള്ളതാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഈ 2 ചാപ്റ്റർ, ബോട്ടണിയുടെ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഇരുന്ന് കാണുക. എന്നിട്ട് ഈ പറയുന്ന ഓരോ ടോപ്പിക്സും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിട്ട് അത് മെയിനായിട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് എക്സാമിന് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. വളരെ രസകരമായിട്ട് നമ്മൾ പഠിച്ച ഒരു ചാപ്റ്ററാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ആനുവൽ എക്സാമിനേഷനും വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതുപോലെ ബയോടെക്നോളജിയുടെ 2ാമത്തെ ചാപ്റ്റർ ഏത്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, ഇത് രണ്ടും വളരെയധികം വെയിറ്റേജ് ഉള്ള, നമുക്ക് ഇപ്പോൾ ഓണ എക്സാം കൂടാതെ ആനുവൽ എക്സാമിനേഷനും വളരെയധികം വെയിറ്റേജ് ഉള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളാണ് ഈ 2 ചാപ്റ്റർ. അതുകൊണ്ട് ഈ 2 ചാപ്റ്റർ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട ടോപ്പിക്കാണ് ഫസ്റ്റ് വൺ, സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആ ഡയഗ്രം ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഡയഗ്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ മെയിൻ ഇത് പോളൻ ഗ്രെയിനെ സറൗണ്ട് ചെയ്ത് 2 മെംബ്രെയിനിയസ് കോട്ടിങ്ങാണ് വരുന്നത്. ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ ആരാണ്, എക്സൈൻ, അത് കമ്പോസ് ഇരിക്കുന്നത് സ്പോറോപൊളിൻ. അതുപോലെ ഇന്നർ മെംബ്രെയിൻ ഇൻറ്റൈൻ, അത് കമ്പോസ് ഇരിക്കുന്നത് സെല്ലുലോസ്. ഓക്കെ, അത് 1 വേർഡായിട്ട് ചോദിക്കാം. പിന്നെ ഡയഗ്രം തന്നിട്ട് അത് എന്താണ് അതിൻ്റെ പാർട്ടുകൾ ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പം പോളൻ ഗ്രെയിനകത്ത് 2 ന്യൂക്ലിയസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്, ജനറേറ്റീവ് ന്യൂക്ലിയസ്. അത് കറക്റ്റായിട്ട് ലേബിൾ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ 1 വേർഡായിട്ട് സ്പോറോപൊലിനും സെല്ലുലോസും കയറി വരാം. ഓക്കെ, അടുത്തത് പിന്നെ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻ പോലെ 2 ചെറിയ ടോപ്പിക് കിടപ്പുണ്ട്. പോളൻ വൈബിലിറ്റി, പോളൻ ബാങ്ക്. ഇതിന് ഡെഫിനിഷൻ നിങ്ങൾക്ക് തന്നിട്ട് ഇതെന്താണെന്ന് ജസ്റ്റ് പേരെഴുതാൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് LS ഓഫ് ഓവ്യൂളും. നമ്മുടെ ടെസ്റ്റിനകത്ത് ഇതിൻ്റെ ഡയഗ്രം കിടപ്പുണ്ട്. അതിൻ്റെ ഡയഗ്രം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഡയഗ്രം നിങ്ങൾക്ക് എക്സാമിന് തന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു 3-4 പാർട്ടുകൾ ലേബിൾ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പം ഡയഗ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് ഓവ്യൂൾ എന്നും പറഞ്ഞ് നമ്മൾ ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവ്യൂളിൻ്റെ ഡയഗ്രമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡയഗ്രം ഫോക്കസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മയിൽ വെക്കേണ്ട ഒരു ഓവ്യൂളിനകത്ത് ഓൾറെഡി 7 സെല്ലും 8 ന്യൂക്ലിയസുമാണ്. അതിൻ്റെ എല്ലാം പേരുകൾ ഓർക്കണം. പിന്നെ ഓവ്യൂളിനെ ആദ്യം സറൗണ്ട് ചെയ്ത് പാരങ്കിമ സെല്ലുകളുടെ ഒരു മെംബ്രെയിനിയസ് കോട്ടിംഗ് ഉണ്ട്, അതിനെ ന്യൂസ്ലെസ് എന്ന് പറയും. ന്യൂസ്ലെസ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പെർസിസ്റ്റ് ചെയ്യുന്ന ന്യൂസ്ലെസ്സിന് വിളിക്കുന്ന പേര് അത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള അതിനെ നമ്മൾ പെരീസ്പേം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ ഡയഗ്രം മാത്രം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് പോളിനേഷനാണ്. ടൈപ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറയുമ്പോഴത്തേനും പോളിനേഷൻ തന്നെ 3 ടൈപ്പ് ഉണ്ട്. സെൽഫ്, ക്രോസ്. സെൽഫിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കും, ഓട്ടോഗ്യാമെ, ജൈഗ്നോഗ്യാമെ
അല്ലേ? അപ്പം ആ ടൈപ്സ് ഓഫ് പോളിനേഷൻ നമ്മൾ നോക്കുമ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ക്യാസ്മോഗ്യാമസ് ഫ്ലവർ, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ. അപ്പോൾ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവറിൽ പെറ്റൽ ഓപ്പൺ ആകാത്തത് കൊണ്ട് ക്രോസ് പോളിനേഷൻ നടക്കത്തില്ല, സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അത് പെറ്റൽ ഓപ്പൺ ആകുന്നില്ല, അല്ലെങ്കിൽ ആ ഫ്ലവർ ഫുള്ളായിട്ട് ഓപ്പൺ ആകാത്തത് കൊണ്ടാണ് ക്രോസ് പോളിനേഷൻ നടക്കാത്തത്. പകരം സെൽഫ് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ആ ടൈപ്സ് ഓഫ് പോളിനേഷൻ നോക്കുമ്പോൾ ആ ക്യാസ്മോഗ്യാമസിൻ്റെയും ക്ലീസ്റ്റോഗ്യാമസിൻ്റെയും മറക്കാതെ നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സാണ്. ഓക്കെ, അടുത്തത് ഏജൻസ് ഓഫ് പോളിനേഷൻ. ഏജൻസ് ഓഫ് പോളിനേഷൻ എന്ന് പറയുമ്പം ഈ ടൈപ്സ് ഓഫ് പോളിനേഷൻ കൂടാതെ പോളിനേഷൻ നടക്കാൻ സഹായിക്കുന്ന ഏജൻറ്റുകൾ. അത് ഈ പോളിനേഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ടോപ്പിക്കാണ് പോളിനേഷൻ. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസും 1-2 പോയിന്റുകളായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഏജൻസ് ഓഫ് പോളിനേഷനകത്ത് സൂഫിലി, എൻഡമോഫിലി, ഹൈഡ്രോഫിലി, അനിമോഫിലി, ഇങ്ങനെ നമ്മൾ പല രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ട ഈ ഹൈഡ്രോഫിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിലൂടെ നടക്കുന്ന പോളിനേഷനാണ് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലിയെ മാത്രം നമ്മൾ വീണ്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്: എപ്പി ഹൈഡ്രോഫിലി, ഹൈപ്പോ ഹൈഡ്രോഫിലി. ഓക്കെ, അപ്പോൾ അതിൽ എപ്പി ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സർഫസിൽ വെച്ച് നടക്കുന്ന പോളിനേഷനാണെന്ന് നമുക്കറിയാം. അതുപോലെ ഹൈപ്പോ ഹൈഡ്രോഫിലി വാട്ടർ സർഫസിന് തൊട്ട് താഴെ വെച്ച് നടക്കുന്ന. അത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക മാത്രമല്ല വിത്ത് എക്സാമ്പിളൂടെ, അതിന് എക്സാമ്പിളൂടെ നോക്കണം. അതിൽ എപ്പി ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിളാണ് വാലിസ്നേറിയ ലെംന. ഹൈപ്പോ ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിളാണ് സോസ്റ്റിറ സെറാറ്റോഫില്ലം. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് താഴെ 2-3 പ്ലാന്റിൻ്റെ പേര് തന്നിട്ട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ എപ്പി ഹൈഡ്രോഫിലി നടക്കുന്ന പ്ലാന്റ് ഏതാണ്? വാലിസ്നേറിയ ലെംന. അതിലേതെങ്കിലും ഒരു പേരേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് ഓട് 1 ഔട്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മാത്രം എടുത്തെഴുതാൻ പറ്റും. അപ്പം ഹൈഡ്രോഫിലിയെ മാത്രം നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്: എപ്പി ഹൈഡ്രോഫിലി, ഹൈപ്പോ ഹൈഡ്രോഫിലി. അതൊന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ പോളിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ക്യാരക്ടേഴ്സ് ഓഫ് അനിമോഫിലസ് ഫ്ലവർ, അതുപോലെ ഹൈഡ്രോഫിലസ് ഫ്ലവർ, പിന്നെ എൻഡമോഫിലസ് ഫ്ലവർ. ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് വരുന്നതാണ്. അപ്പം അനിമോഫിലസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ അറിയാം, വിൻഡിലൂടെ പോളിനേഷൻ നടക്കുന്ന ഫ്ലവറിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്. അത് 2-3 പോയിന്റുകൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് പിടികിട്ടും. ഓക്കെ, അപ്പം അനിമോഫിലസ് കൂടാതെ ഹൈഡ്രോഫിലസ്, അതായത് വാട്ടറിലൂടെ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിൻ്റെ ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോളഗ്രെയിൻസ് പുറത്തൊരു മ്യൂസിലേജിനസ് കവറിങ് ഉണ്ട്, ഫ്ലവർ നെക്ടറില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളാണ് നമുക്ക് വരുന്നത്. പിന്നെ സ്റ്റിഗ്മെൻ്റൽ സർഫസിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരു 3-4 പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം അനിമോഫിലസ് ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്ന് ഫോക്കസ് ചെയ്യണം. ഹൈഡ്രോഫിലസ് ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സും അതുപോലെ ഇൻസെക്റ്റിലും നടക്കുന്ന പോളിനേഷനാണ് എൻഡമോഫിലി. എൻഡമോഫിലസ് ആയിട്ടുള്ള ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കണം. ഈ 3 എണ്ണത്തിൽ വേറെ അത് കൂടാതെ ഉണ്ട് സൂഫിലസ് ഫ്ലവേഴ്സ് ഉണ്ട്, ബാറ്റിൽ നടക്കുന്ന പോളിനേഷൻ കൈറോപ്റ്റിറോഫിലസ് ഫ്ലവർ വരുന്നുണ്ട്, അതുപോലെ ഓർണിത്തോഫിലസ് ഫ്ലവർ. ഈ 3 എണ്ണത്തിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അനിമോഫിലസ് ഫ്ലവറിൻ്റെയും ഹൈഡ്രോഫിലസ് ഫ്ലവറിൻ്റെയും എൻഡമോഫിലസ് ഫ്ലവറിൻ്റെയും ക്യാരക്ടേഴ്സാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഒരു 3-4 പോയിന്റുകൾ ജസ്റ്റ്, അതിനകത്ത് മെയിനായിട്ട് 2 പോയിന്റ് എഴുതാനേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 3-4 പോയിന്റുകൾ മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പം ഓൾറെഡി എന്തുവാണ്, ഏതൊരു ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഓവ്യൂളിനകത്ത് ഓൾറെഡി 2 ഫെർട്ടിലൈസേഷൻ നടന്നിരിക്കും. ഒന്ന് സിൻഗേമയാണ്, 2 ട്രിപ്പിൾ ഫ്യൂഷനാണ്. ഓക്കെ, ഇതിന് 2 ചേർത്ത് പറയുന്ന പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഓക്കെ, അത് രണ്ടും നമ്മൾ സിൻഗേമ എന്താണെന്ന് പഠിച്ചു വെക്കണം, അതുപോലെ തന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണെന്ന് പഠിച്ചു വെക്കണം, അല്ലേ? പോളൻഗ്രെയിനകത്ത് കാണപ്പെടുന്ന ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയ എന്നറിയപ്പെടുന്ന മെയിൽ ഗമേറ്റ്,
എക്സലുമായിട്ട് കൂടിച്ചേർന്ന് സൈഗോട്ടായിട്ട് മാറുന്നതാണ് സിൻഗാമെ. സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് കൂടിച്ചേർന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ സിൻഗാമെ ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ടുഗദർ ആണെന്തോന്ന് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ആ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആയിട്ട് മാറും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് സീഡ്. അപ്പോൾ സീഡ് വരെയുള്ള ആ ഒരു ഫ്ലോ ചാർട്ടൂടെ മെയിനായിട്ട് നോക്കാൻ മറക്കരുത്. ഓവ്യൂള്, സൈഗോട്ട്, എംബ്രിയോ, അതുപോലെ തന്നെ സീഡ്, അതുപോലെ തന്നെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേമായിട്ട് മാറുന്നത്. ആ ഫ്ലോ ചാർട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയെന്ന് വെച്ചോണം. ഓക്കെ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വൺ വേർഡ് പോലെ എഴുതാൻ പരുവത്തിലുള്ള ഏതെങ്കിലും വൺ വേർഡ് പോലെ എഴുതാനുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ആ ഫ്ലോ ചാർട്ടിൻ്റെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കും. ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എംബ്രിയോ ഡെവലപ്മെൻറ്റിനകത്ത് ഡൈക്കോട്ട് എംബ്രിയോയുടെയും അതുപോലെ തന്നെ മോണോകോട്ട് എംബ്രിയോയുടെയും ഒരു ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈക്കോട്ട് എംബ്രിയോയുടെ ആ ഡയഗ്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. ഔട്ട്ബ്രീഡിങ് ഡിവൈസസിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ചെറിയൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ, അത് നമ്മൾ ഡെഫിനിഷൻ ഒന്നും എഴുതണ്ട, വൺ വേർഡ് പോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം അത് തന്നെ പല ടൈപ്പുണ്ട്. യൂണിസെക്ഷുവാലിറ്റി, ബൈസെക്ഷുവാലിറ്റി, ഡൈക്കോഗ്യാമെ, ഹെറ്ററോസ്റ്റൈലി, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഔട്ട്ബ്രീഡിങ് ഡിവൈസസിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയാണ്. അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ചിലപ്പം ഡെഫിനേഷൻ തരും, അതിന് പറയുന്ന പേരെന്താണ്, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അപ്പോൾ ഔട്ട്ബ്രീഡിങ് ഡിവൈസസിനകത്ത് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയും ഡൈക്കോഗ്യാമയും മാത്രം ഒന്ന് നോക്കുക. അതിൽ നിന്ന് ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിയുടെ അതുപോലെ തന്നെ ഡൈക്കോഗ്യാമയുടെ സിമ്പിൾ ഡെഫിനിഷനാണ്. പൊളങ്കൈന് ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. അത് ചില ജീനുകളുടെ ഡിസോർഡറാണ്, ജീനുകളുടെ ഡെഫിഷ്യൻസിയാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കി, അത് ഒന്ന് ജസ്റ്റ് നോക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സംഭവങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പം ഔട്ട്ബ്രീഡിങ് ഡിവൈസസിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്നത്. അതിനകത്ത് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഡൈക്കോഗ്യാമെ, സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഓക്കെ, അടുത്തത് സീഡ് ഡോർമൻസിയാണ്. സീഡ് ഡോർമൻസിയുടെ റീസൺസ് എന്തൊക്കെയാണ്? ഒരുപാട് റീസൺസ് ഉണ്ട്. അത് റീസൺസ് കുറേ സംഭവങ്ങൾ, റീസൺസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിനകത്ത് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്. സീഡ് ഡോർമൻസി എന്താണെന്ന് നമുക്കറിയാം. സീഡ് ജെർമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന കണ്ടീഷനാണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഓൾറെഡി ഞാൻ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുത്തപ്പം നമ്മൾ ഓൾറെഡി വീഡിയോസിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് നോക്കണം. സീഡ് ഡോർമൻസി എന്താണ്, സീഡ് ഡോർമൻസിയുടെ റീസൺസ് എന്തൊക്കെയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു 2-4 റീസൺസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ആ സീഡ് ഡോർമൻസി നോക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്, സീഡ് വൈബിലിറ്റി. അതിൻ്റെ ഡെഫിനേഷൻ തന്നിട്ട് അത് ജസ്റ്റ് നമുക്ക് പേരെഴുതാനായിട്ട് ചോദിക്കും. ആ പേര് മാത്രം എഴുതിയാൽ മതി, ഡെഫിനേഷൻ നമുക്ക് തരും. ഇതിന് പറയുന്ന പേരെന്താണ്, ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താ. ഇപ്പോൾ സീഡ് വൈബിലിറ്റി, സീഡ് ഡോർമൻസി അതിരുന്നെങ്കിൽ ചിലപ്പോൾ സീഡ് ഡോർമൻസിയുടെ ഡെഫിനേഷൻ തന്നിട്ട് സീഡ് ഡോർമൻസിന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് പാർത്തനോജെനിസിസ്, പാർത്തനോകാർപ്പി. അതിനകത്തിലെ പാർത്തനോകാർപ്പിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പാർത്തനോകാർപ്പിയെ നമ്മൾ വീണ്ടും വിത്തില്ലാത്ത ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഏത്, പാർത്തനോകാർപ്പി. അപ്പോൾ പാർത്തനോകാർപ്പിയെ റിലേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ കയറി വരാം. പാർത്തനോകാർപ്പി തന്നെ അതിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, നാച്ചുറൽ പാർത്തനോകാർപ്പി, ഇൻഡ്യൂസ്ഡ് ഓർ ആർട്ടിഫിഷ്യൽ പാർത്തനോകാർപ്പി. ഓക്കെ, അപ്പം ഈ പീപ്പിൾസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യിപ്പിക്കാം, ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്, അത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. അത് നമുക്ക് ആനുവൽ എക്സാമിനേഷന്
റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ സീഡ്ലെസ് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് പാർത്തനോകാർപ്പി. ഇനി സീഡ്ലെസ് ഫ്രൂട്ട്സ് ഇപ്പോൾ ടൊമാറ്റോ പോലുള്ള ടൊമാറ്റോയിലൊക്കെ നമുക്ക് സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ടൊമാറ്റോയിൽ ഡെവലപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ, ബൈ അപ്ലൈങ് ഹോർമോൺസ് ലൈക്ക് ഓക്സിൻസ്, ഗിബർലിൻസ് എക്സെട്ര. ഓക്സിൻ, ഗിബർലിൻ തുടങ്ങിയ ഹോർമോണുകൾ ഈ പ്ലാന്റിലോട്ട് ഇഞ്ചെക്ട് ചെയ്താൽ മതി, നമുക്ക് സീഡ്ലെസ് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാർത്തനോകാർപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർത്തനോജെനിസിസിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് പാർത്തനോകാർപ്പിയാണ്. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ, ഇൻഡ്യൂസ്ഡ്. പിന്നെ ഈ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞ പോളൻഗ്രൈൻസിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ LSF ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം പോളൻഗ്രൈൻസിൻ്റെ സ്ട്രക്ചർ നോക്കണമെന്ന് പറയുമ്പോൾ ഈ പോളൻഗ്രൈൻസ് ഉണ്ടാകുന്ന പ്രോസസ്സ് മൈക്രോസ്പോറോജനിസിസ് ആണ്. അതിനകത്ത് ടപ്പീറ്റത്തിൻ്റെ റോള് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. റോൾ ഓഫ് ടപ്പീറ്റം ഇൻ ദ ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ വാൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റോൾ ഓഫ് ടപ്പീറ്റം ഇൻ ദ ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻ വാൾ. പോളൻ ഗ്രെയിൻസിൻ്റെ വാൾസിൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ടപ്പീറ്റത്തിൻ്റെ റോൾ എന്താണ്? ടപ്പീറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യാൻ മെയിൽ ഗെമറ്റായിട്ടുള്ള പോളൻ ഗ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ സപ്ലൈ ചെയ്യുന്ന ഒരു ന്യൂട്രിറ്റീവ് മീഡിയമാണ് ടപ്പീറ്റം, അല്ലേ? അപ്പോൾ അതിനകത്ത് ആ പോളൻ ഗ്രെയിൻ്റെ റോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, പിന്നെ ഓവ്യൂളിൻ്റെ LS പഠിക്കുമ്പം നമ്മൾ ഈ എക്സലിൻ്റെ സൈഡിൽ വരുന്നതാണ് സിനർജിഡ്സ്. ആ സിനർജിഡ്സിൻ്റെ വാൾസുമായിട്ട് ബന്ധപ്പെട്ട് ഫിംഗർ ലൈക്ക് സ്ട്രക്ചറുള്ള കുറേ പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ പേരാണ് ഫിലിഫോം അപ്പാറ്റസ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ റോൾ എന്താണ്? അപ്പോൾ അതിൻ്റെ പേരെന്താണ്? ആ ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിൽ സിനർജിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചറുള്ള കുറേ പ്രൊജക്ഷൻ, അതിന് പറയുന്ന പേര് ഫിലിഫോം അപ്പാറ്റസ് എന്ന് പറയും. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളൻ ട്യൂബിന് ഓവ്യൂളിലോട്ട് എൻ്റർ ചെയ്യാൻ ഒരു ഗൈഡ്, ഇതാണ് ഗൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഗൈഡ്സ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദ ഓവ്യൂളാണ്. ഓക്കെ, ഓവ്യൂളിനകത്തോട്ട് വളരെ ഈസി ആയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്യുന്നതാണ് ഈ ഫിലിഫോം അപ്പാറ്റസ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം റോൾ ഓഫ് ടപ്പീറ്റത്തിൻ്റെ ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഫിലിഫോം, അപ്പോൾ LSF ഓവ്യൂൾ നോക്കുമ്പോൾ ഫിലിഫോം അപ്പാറ്റസ് എന്താണ്, അതിൻ്റെ റോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ആ ടപ്പീറ്റത്തിൻ്റെ റോൾ എന്താണ്, ടപ്പീറ്റം എന്ന് പറയുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂൻ്റെ റോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കിനി നമ്മുടെ ബോട്ടണിയുടെ 2ാമത്തെ ചാപ്റ്ററാണ് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, ആ ചാപ്റ്ററും വളരെ വെയിറ്റേജ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓണം എക്സാമിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചില ടോപ്പിക്സ് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് നന്നായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കളെ ഫുൾ മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും, അതായത് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, റെസ്ട്രിക്ഷൻ എൻസൈംസ്. ടൂൾസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിക്കകത്ത് വരുന്ന ഫസ്റ്റ് എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതിനെ നമ്മൾ ബയോളജിക്കൽ സിസേഴ്സ് എന്നാണ് വിളിക്കുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA ഫ്രാഗ്മെൻറ്റുകളായിട്ട് കട്ട് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ്, പിന്നെ BAM-H1, HindI2, HindI3, അങ്ങനെ താഴോട്ടങ്ങ് പോവാം. അതിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ്, ഈ 2 എൻസൈം എന്താണ് എന്ന് എഴുതാൻ ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിന് ഷോർട്ടായിട്ട് പറയുന്ന പേരാണ് EcoR1. ഇത് എക്സ്പാൻഡ് EcoR1 എന്നും പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കണം.
എന്താണ് ഇ, കോ എന്താണ്, ആർ എന്താണ്, വൺ എന്താണ്, അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കും. ഇനി ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഏത്, BAM-H1. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈംസ് BAM-H1 ആണ്. പിന്നാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, HindII, BAM-H1 അല്ല, ഫസ്റ്റ് ഐസൊലേറ്റ് എടുത്ത റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമാണ് HindII. നമ്മൾ ടെസ്റ്റിനകത്ത് ഓൾറെഡി കിടപ്പുണ്ട്. ഫസ്റ്റ് വേർതിരിച്ചെടുത്ത റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് HindII. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ BAM-H1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും ഒക്കെ. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് ഷോർട്ടായിട്ട് പറഞ്ഞ പേര് EcoR1 എന്ന് പറയും. ഓക്കെ, അപ്പം EcoR1 ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് നോക്കിയിട്ട് പിന്നെ ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്സ് ഒന്ന് മെയിനായിട്ട് പ്രധാനമായിട്ടും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പം റെസ്ട്രിക്ഷൻ എൻസൈംസ് നന്നായിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ഏതെല്ലാം ടൈപ്പ് ഉണ്ട്, അതിനകത്തിലെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും തമ്മിലുള്ള ഡിഫറൻസ് അത് ഡെഫിനിഷനായിട്ട് എഴുതാനായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അത് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. അടുത്തത് പാലിൻഡ്രോം സീക്വൻസ്. നമുക്കറിയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും വായിച്ചു കഴിഞ്ഞാൽ സെയിം ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നൈട്രജൻ ബേസുകളുടെ DNA-യിലെ ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് പാലിൻഡ്രോം സീക്വൻസ് എന്നറിയപ്പെടുന്നത്. അതിനൊരു എക്സാമ്പിളും നോക്കണം. എന്താണ് പാലിൻഡ്രോം സീക്വൻസ്, ഗിവ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം നമുക്ക് കുറേ എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം പാലിൻഡ്രോം സീക്വൻസ് എന്താണ്, അതിനൊരു എക്സാമ്പിൾ കൊടുക്കുക. ഓക്കെ, അടുത്തത് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സൊല്യൂഷനകത്തുള്ള ചാർജിനും മോളിക്യൂൾസിനെ പ്രത്യേകം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് ഏത് ഇലക്ട്രോഫോറസിസ്. ഇത് ഡെവലപ്പ് ചെയ്യിപ്പിച്ച ആരാണ്, ടിസലിയസ് ആൻഡ് ലോങ്സ്വർത്ത് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ ഇലക്ട്രോഫോറസിനകത്ത് ഒരു മീഡിയം വെച്ചെങ്കിലേ ആ മീഡിയത്തിലാണ് ഈ ചാർജിനും മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്യും. നമുക്കറിയാം, ആ മീഡിയം എന്ന് പറയുമ്പം 2 ടൈപ്പിലുള്ള ജെല്ലാണ്. ഒന്ന് പോളി അക്രിലാമൈഡ് ജെല്ല്, 2 അഗാറോസ് ജെല്ല്. ഓക്കെ, DNA മോളിക്യൂൾസിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് അഗാറോസ് ജെല്ലാണ്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ അകത്ത് കാണപ്പെടുന്ന പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻ മോളിക്യൂൾസിനാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോഫോറസിനകത്ത് നമ്മൾ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് പോളി അക്രിലാമൈഡ് ജെല്ലായിരിക്കണം. അപ്പം എക്സ്പാൻഡ് പേജ് ആൻഡ് ഏജ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേജും ഏജും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോളി അക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്, അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവമാണ് യാക്ക് ബാക്ക്, BAC YAC. ഇത് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഇത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. കണ്ടല്ലോ ഇവരുടെ. അപ്പോൾ ഒന്ന് സർക്കുലറും ഒന്ന് ലീനിയറും ആയിട്ടുള്ള DNA ആണ്. അതിനെ നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും എക്സ്പാൻഡ് ചെയ്യാൻ ഒന്ന് ഓർമ്മ വെച്ചാൽ മതി. യാക്ക് ബാക്ക്, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, മറ്റേത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. അപ്പോൾ ഈ 4 എണ്ണം ഒന്ന് ഓർമ്മ വെച്ചോണം. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക്കാണ് വെക്ടർ. വെക്ടർ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിനകത്തിൽ ഒന്നാമത്തെ വെക്ടറാണ് പ്ലാസ്മിഡ് വെക്ടർ. ആ പ്ലാസ്മിഡ് വെക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ താഴോട്ട് ഫേജ് വെക്ടർ, കോസ്മിഡ്, ഷട്ടിൽ, ട്രാൻസ്പോസൻസ്, അങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നിരിക്കുന്ന പ്ലാസ്മിഡ് വെക്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഈ പ്ലാസ്മിഡ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഷോർട്ടായിട്ട് പറഞ്ഞ പേരെന്താ, കോളി-1 എന്ന് പറയും. അതുപോലെ ആഗ്രോ ബാക്ടീരിയത്തിൽ നിന്ന് ഇതുപോലെ പ്ലാസ്മിഡിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു സർക്കിൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് പറഞ്ഞ പേരാണ് TI പ്ലാസ്മിഡ്. അപ്പോൾ ഈക്കോളൈൻ തന്നിട്ട് അതിൻ്റെ നേരെ കോളി-1 തരും. അതുപോലെ ആഗ്രോ ബാക്ടീരിയൻ തന്നിട്ട് അതിൻ്റെ നേരെ ഡാഷ് ഇട്ട് തന്നു കഴിഞ്ഞാൽ ആൻസർ TI പ്ലാസ്മിഡ് എന്ന് എഴുതണം. ഓക്കെ, പിന്നെ ഈ പ്ലാസ്മിഡ് വെക്ടർ ഈക്കോളയിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് 3 ജീനുകളെ ആഡ് ചെയ്ത് മൊത്തത്തിൽ അതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു. ആ റീകൺസ്ട്രക്ട് ചെയ്ത പ്ലാസ്മിഡിന് വിളിക്കുന്ന പേരാണ് PBr322. PBr322 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്.
അപ്പോൾ ഇത് PBR 322 എന്താണ്, അതിനകത്തോട്ട് ആഡ് ചെയ്ത ജീനുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. അതിനകത്ത് ആഡ് ചെയ്ത ജീനുകൾ എന്ന് പറയുമ്പം ORI, അതുപോലെ തന്നെ AMPR, TETR ആണ്. കണ്ടോ, ഈ 3 ജീനുകളെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസിനകത്ത് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്. പിന്നെ പി പ്ലാസ്മിഡ്, ബിയും ആറും ഇത് റീകൺസ്ട്രക്ട് ചെയ്ത സയൻറ്റിസ്റ്റുകളുടെ പേരാണ്, ബോളിവാർ റോഡ്രിഗസ്. പിന്നെ ഇവർ വർക്കൗട്ട് ചെയ്ത ജീൻ ക്ലോണിംഗ് ലബോറട്ടറിയിൽ നിന്ന് ഈ പ്ലാസ്മിഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്ന നമ്പറാണ് 322. ഓക്കെ, അപ്പോൾ ആ PBR 322 ഡയഗ്രം നമുക്ക് ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ആ ഡയഗ്രം തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് അതിൻ്റെ തൊട്ട് താഴെ തന്നിരിക്കും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെലക്ടബിൾ മാർക്കർ ഇൻ PBR 322. അപ്പോൾ നമുക്ക് കൊടുക്കാം, ഇത് രണ്ടുമാണ്. സെലക്ടബിൾ മാർക്കറായിട്ട് PBR 322 പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ടബിൾ മാർക്കർ എന്ന് പറയുമ്പം AMPR ആൻഡ് TETR ആണ്. ഇനി വാട്ട് ഈസ് സെലക്ടബിൾ മാർക്കർ, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ROP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ORI എന്ന് പറയുന്ന ജീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് റെപ്ലിക്കേഷന് സഹായിക്കുന്നതാണ്. അതിന് റെപ്ലിക്കേഷൻ സഹായിക്കുന്നതിന് ആ ORI എന്ന് പറയുന്ന ജീനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ആ ORI എന്ന് പറയുന്ന ജീൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ജീനുണ്ട്, അതാണ് ROP. അത് ORI എന്ന് പറയുന്ന ജീനെ കറക്റ്റായിട്ട് റെപ്ലിക്കേഷന് നടക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഈ ROP എന്ന് പറയുന്ന ജീൻ്റെ റോള്. അതായത് ഒറിജിനൽ റെപ്ലിക്കേഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് യഥാർത്ഥത്തിൽ ഈ ROP എന്ന് പറയുന്ന ജീൻ. അപ്പോൾ ROP എന്ന് പറയുന്ന ജീൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് വളരെ ഈസി ആയിട്ട് റെപ്ലിക്കേഷൻ നടക്കുന്നത്. മനസ്സിലായി? അപ്പം റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ROP എന്ന് പറഞ്ഞ് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ കയറി വരാം. അപ്പോൾ നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടത് ROP is the gene codes for proteins for the replication of plasmid എന്ന് ഓർത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഓർത്താൽ മതി. അപ്പം അത് ആ PBR 322 ഫോക്കസ് ചെയ്ത് വരുന്ന ഈ 3 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റൈറ്റ് ടു സെലക്ടബിൾ മാർക്കർ, രണ്ടാമത്തെ വാട്ട് ഈസ് സെലക്ടബിൾ മാർക്കർ, മൂന്നാമത്തെ ഫങ്ഷൻസ് ഓഫ് ROP. ആ ഡയഗ്രം തന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് ഈ 3 ക്വസ്റ്റ്യൻസ് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഓരോ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ PBR 322 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പ്ലാസ്മിഡിനകത്തോട്ട് ഈ 3 ജീനുകളെ ആഡ് ചെയ്തിട്ട് മൊത്തത്തിൽ അതിനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ എടുത്തു. ആ മോഡിഫൈ ചെയ്ത പ്ലാസ്മിഡിന് വിളിക്കുന്ന പേരാണ് PBR 322. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഒരു റീകോമ്പിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്സ് ഏതൊക്കെ സ്റ്റെപ്പുകളായിട്ടാണ്? അപ്പം മെയിനായിട്ടൊരു 6 സ്റ്റെപ്പാണ്. അത് വേണമെങ്കിൽ നമുക്ക് 7 സ്റ്റെപ്പായിട്ടും എഴുതാം. ഷോർട്ടായിട്ട് നമുക്ക് 6 സ്റ്റെപ്പിൽ എഴുതാം. ആ സ്റ്റെപ്സ് മാത്രം ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. സ്റ്റെപ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് മൂന്നാമത് വരുന്നൊരു ടോപ്പിക്കാണ് PCR. ഓക്കെ, PCR. അപ്പം സ്റ്റെപ്സ് ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് PCR ആണ് ചോദിക്കുന്നത്. PCR എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഒരു DNA ഫ്രാഗ്മെൻറ്റിൽ നിന്നും ഒരു DNA നിന്ന് ധാരാളം ഐഡൻറ്റിക്കൽ കോപ്പീസ് നമ്മൾ ഷോർട്ട് ടൈം കൊണ്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കാണ്. ഈ PCR എന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കുന്നത് ഷോർട്ടസ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഒരു DNA നിന്ന് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കോപ്പീസ് ധാരാളം ഡെവലപ്പ് ചെയ്യിപ്പിക്കും. ആ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡിന് അല്ലെങ്കിൽ ടെക്നിക്കിന് പറയുന്ന പേരാണ് PCR എന്ന് പറയും, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് 3 സ്റ്റെപ്പിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് 1 ഡീനാച്ചുറേഷൻ, 2 പ്രൈമർ അനീലിംഗ്, 3 പ്രൈമർ എക്സ്റ്റൻഷൻ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് ക്ലിയർ ആയിട്ട് നമുക്ക് സംഭവം എന്താണെന്നൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ചോദിക്കുവാണെങ്കിൽ, PCR ചോദിക്കുമെന്നല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് PCR. PBR 322 പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് PCR. ഇത് ഷോർട്ടസ്റ്റ് പോലാണ് ചോദിക്കുന്നത്.
അപ്പോൾ അത് 3 സ്റ്റെപ്പിലായിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. ഇറ്റ് ഹാസ് 3 സ്റ്റെപ്സ് എന്നും പറഞ്ഞ് ഫസ്റ്റ് വൺ ഡീനാച്ചുറേഷൻ, അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യാണ്. പിന്നെ രണ്ടാമത്തെ പ്രൈമർ അനീലിംഗ്, പ്രൈമർ ആഡ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. പിന്നെ പ്രൈമർ എക്സ്റ്റൻഷൻ, അഡീഷണൽ ആയിട്ട് കുറേ കോമ്പൗണ്ടുകളോട് ആഡ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൂട്ടുന്നു. അപ്പം പുതിയൊരു DNA സ്ട്രാൻഡിൻ്റെ സിന്തസിസ് നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രൈമർ എക്സ്റ്റൻഷൻ. അത് ഡീനാച്ചുറേഷൻ അതിനെക്കുറിച്ചൊരു സെൻറ്റൻസ് മതി. പ്രൈമർ എക്സ്റ്റൻഷനും പ്രൈമർ അനീലിങ്ങും വരുമ്പം ഈ 2 സെൻറ്റൻസ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മാത്രം നമുക്കൊരു ഷോർട്ടസ്റ്റ് പോലെ പഠിച്ചു വെക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് PCR. PCR-ൻ്റെ 3 സ്റ്റെപ്സും നമ്മൾ ഷോർട്ടസ്റ്റ് പോലെ മനസ്സിലാക്കണം. ഇനി PCR-നകത്ത് നിന്ന് റിലേറ്റ് ചെയ്ത് നമുക്ക് വൺ വേർഡ് പോലെ ചോദിക്കാവുന്നതാണ്. PCR-ന് ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിന് വിളിക്കുന്ന പേര് ടാക് പോളിമറൈസ്. അതിന് പറയുന്ന പേരാണ് ടാക് പോളിമറൈസ്. ഓക്കെ. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ് തെർമസ് അക്വാട്ടിക്കസ്. ഹൈ ടെമ്പറേച്ചറിനെ സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയയാണ് തെർമസ് അക്വാട്ടിക്കസ്. അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA പോളിമറൈസ് ആണ് ടാക് പോളിമറൈസ്. അതാണ് ഇപ്പം മൊത്തം ഇവിടെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. അതുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ടാക് പോളിമറൈസിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA പോളിമറൈസ് ഉപയോഗിച്ചത്. അത് വൺ വേർഡായിട്ട് ചോദിക്കാം. PCR-ന് ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിന് വിളിക്കുന്ന പേര് ആൻസർ ടാക് പോളിമറൈസ്, TAQ, ടാക് പോളിമറൈസ്. ഇനി മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്ന ആരാന്ന് അത് വൺ വേർഡായിട്ട് കയറി ചോദിക്കുക. അപ്പം നമുക്കറിയാം മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നത് ആരാണ്? ലിഗേസസ് ആണ്, മോളിക്യൂളിനെ പേസ്റ്റ് ചെയ്യുന്ന സാധനം. മോളിക്കുലാർ സിസേഴ്സ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നത് ലിഗേസസ് ആണ്. ഓക്കെ. അപ്പം സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി, അത് ആ സ്റ്റെപ്സ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ PCR എന്താണ്? അപ്പോൾ അതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് PCR. PCR-ഉം അതുപോലെ PBr322 ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്സാണ്, അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഉറപ്പായിട്ട് ചിലപ്പോൾ രണ്ടും ചോദിക്കാം, അതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചോദിക്കാം. ഓക്കെ. കൂടുതലും കേസിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഓണം എക്സാമിന് ചിലപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, രണ്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് കിട്ടും. ഓക്കെ. പിന്നെ അടുത്തത് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. അപ്പം സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ ലാസ്റ്റ് വരുന്നതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. അതായത് നമ്മൾ ബയോസിന്തറ്റിക് പ്രോഡക്ട്സ് അവസാനം നമ്മൾ ഓർഗാനിസത്തിൽ നിന്ന് വേർതിരിച്ച് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു മെത്തേഡാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. അതിന് തന്നെ 4-5 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് ഇൻ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓക്കെ. പിന്നെ ലാസ്റ്റ് ടെസ്റ്റിനകത്ത് വേറെ ടോപ്പിക് കിടപ്പുണ്ട്. എന്താണ്? ബയോറിയാക്ടർ. ബയോറിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോടെക്നോളജി ലാബുകളിലൊക്കെ മൈക്രോബ്സിനെ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് യഥാർത്ഥത്തിൽ ബയോറിയാക്ടർ. അത് തന്നെ ഏതെല്ലാം ടൈപ്പുണ്ട്, ടൈപ്സ് ഓഫ് ബയോറിയാക്ടർ നമുക്കറിയാം. 2 ടൈപ്പാണ് ബയോറിയാക്ടർ ഉള്ളത്. ഒന്ന് സ്റ്റൈറിംഗ് ടൈപ്പ്, 2 പ്രഷർ സൈക്കിൾ ബയോറിയാക്ടർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റൈറിംഗ് ടൈപ്പ് ബയോറിയാക്ടർ. അതിനകത്ത് ഇങ്ങനെ കറങ്ങാനുള്ള ഒരു ബ്ലേഡ് പോലുള്ള ഒരു ഡിവൈസ്, ആ ഡിവൈസിനകത്ത് ബ്ലേഡ് പോലുള്ള ഒരു റീജിയൻ തന്നെ ഒരു പാർട്ടുണ്ട്. അതിനെ സ്റ്റൈറർ എന്നാണ് പറയുന്നത്. അതിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കാം. ഓക്സിജൻ അവൈലബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ റോള്. ആ ബയോറിയാക്ടറിനകത്തുള്ള കൾച്ചർ മീഡിയത്തിനകത്ത് ഓക്സിജൻ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതാണ് സ്റ്റൈറിൻ്റെ റോള്. ഓക്കെ. ഇപ്പം ബയോറിയാക്ടറിന് 2 ടൈപ്പ് ഉണ്ട്, സ്റ്റൈറിംഗ് ടൈപ്പ്, പ്രഷർ സൈക്കിൾ. അപ്പോൾ സ്റ്റൈറിംഗ് ടൈപ്പ് ബയോറിയാക്ടറിനകത്തുള്ള സ്റ്റൈററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോസിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ സ്റ്റെപ്പുകൾ അതൊന്ന് കണ്ടാൽ ജസ്റ്റ് പിന്നെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മെയിനായിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന്, ഏത് ബയോടെക്നോളജിയുടെ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ചാപ്റ്ററിലെ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, ഇപ്പം 15 മാർക്കാണെങ്കിൽ ആ 15 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതായത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.